പഠിക്കുന്നത് വർക്ക് ആൻഡ് എനർജിയാണ്. അപ്പം എന്താണ് പ്രവൃത്തി എന്ന് ചോദിച്ചാൽ, പ്രവൃത്തി എന്ന് വെച്ചാൽ, വർക്ക് എന്ന് വെച്ചാൽ ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുന്നതനുസരിച്ച് ആ വസ്തുവിന് സ്ഥാനമാറ്റം അഥവാ സ്ഥാനാന്തരം ഉണ്ടായാൽ പ്രവൃത്തി ചെയ്യപ്പെട്ടു എന്ന് പറയാം. ഒരു വസ്തു ഒരു സ്ഥലത്തിരിക്കുന്നു, ആ വസ്തുവിന് നമ്മളൊരു ബലം കൊടുത്ത് തള്ളി അതിനെ നീക്കി, അപ്പോൾ അതിൻ്റെ സ്ഥാനം മാറി, അപ്പോൾ അവിടെ എന്ത് നടന്നു? പ്രവൃത്തി നടന്നു. ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുകയും അതുമൂലം വസ്തുവിന് ബലത്തിൻ്റെ ദിശയിൽ സ്ഥാനാന്തരം സംഭവിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ബലം വസ്തുവിൽ പ്രവൃത്തി ചെയ്തതായി കണക്കാക്കാം. നമ്മളൊരു വസ്തുവിനെ കൈ കൊണ്ട് തള്ളി നീക്കിയപ്പം നമ്മൾ നീക്കിയ ആ അതേ സൈഡിൽ ബലത്തിൻ്റെ ദിശയിൽ എങ്ങോട്ടാണോ തള്ളിയത് അങ്ങോട്ട് തന്നെ പോകണം, വേറെ സൈഡിലോട്ട് പോകാൻ പാടില്ല. അപ്പം തള്ളിയ സ്ഥലത്തേക്ക് അത് സ്ഥാനാന്തരം സംഭവിക്കുകയാണെങ്കിൽ അവിടെ എന്ത് സംഭവിച്ചു? ആ ബലം വസ്തുവിൽ ഒരു പ്രവൃത്തി ചെയ്തതായിട്ട് കണക്കാക്കാം. നിരപ്പായ വരാന്തയിലൂടെ 10 മീറ്റർ അകലേക്ക് രോഗികളെ ഒരു അറ്റൻഡർ കൊണ്ടുപോയ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നോക്കിക്കേ, നിരപ്പായ വരാന്തയിലൂടെയാണ് പോയത്. 10 മീറ്റർ ദൂരത്തേക്ക് എത്തിക്കുന്നത് വരെ സന്ദർഭം 1 രോഗിയെ കൊണ്ടുപോകാൻ 40 ന്യൂട്ടൺ ബലവും സന്ദർഭം 2 രോഗിയെ കൊണ്ടുപോകാൻ 70 ന്യൂട്ടൺ ബലവും പ്രയോഗിക്കേണ്ടി വന്നു. നോക്കിക്കേ, സന്ദർഭം 1 40 ന്യൂട്ടൺ മതി, കാരണം അതിനകത്തിരിക്കുന്ന അമ്മൂമ്മയ്ക്ക് വെയിറ്റ് കുറവാണ്. രണ്ടാമത്തതിന് നല്ല കനമുള്ള ഒരാളാണ്, വണ്ണമുള്ള ഒരാളാണ് അല്ലേ. അപ്പം അയാളെ കൊണ്ടുപോകാൻ എന്തോ ചെയ്തു? 70 ന്യൂട്ടൺ ബലവും പ്രയോഗിക്കേണ്ടി വന്നു. ഒരു നേഴ്സ് തന്നെ, സെയിം നേഴ്സ് തന്നെ ഇത് ചെയ്യുന്നത്. അപ്പോൾ അവിടെ കൊടുത്ത ബലം ഒരേപോലെയാണോ? അല്ല. തറയിലൂടെ തിരശ്ചീനമായ തലത്തിൽ വസ്തുക്കളെ ചലിപ്പിക്കുമ്പോൾ നാം കർഷണത്തിനെതിരെയാണ് ബലം പ്രയോഗിക്കുന്നത് അല്ലേ. ഒരു തറയിലൂടെ തിരശ്ചീനമായിട്ടുള്ള തലത്തിൽ ഒരു വസ്തുവിനെ തെള്ളി നീക്കിക്കൊണ്ട് പോവുക. ആ തറ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തറയാണെന്ന് വെച്ചോ. എന്നാലും ആ തറയിൽ ഒരു കർഷണം കാണും ഇല്ലേ. ആ കർഷണത്തിന് എതിരെ ഒരു ബലമാണ് നമ്മളവിടെ പ്രയോഗിക്കുന്നത്. അതിനാൽ നാം കർഷണ ബലത്തിനെതിരെയാണ് ഇവിടെ പ്രവൃത്തി ചെയ്യുന്നത് എന്ന് പറയാം. ഏത് സന്ദർഭത്തിലാണ് കൂടുതൽ പ്രവൃത്തി ചെയ്തിട്ടുണ്ടാവുക? ഒന്നാമത്തെ സന്ദർഭത്തിലാണോ രണ്ടാമത്തെ ആയിരിക്കുമോ? രണ്ടാമത്തെ ആയിരിക്കും അല്ലേ. ഇവിടെ പ്രവൃത്തിയുടെ അളവിനെ സ്വാധീനിക്കുന്ന ഘടകം ഏത്? ഇവിടെ ബലം, സ്ഥാനാന്തരം. എവിടെയാണ്? ഒരേ ദൂരമാണ് രണ്ടുപേരെയും തള്ളി നീക്കിക്കൊണ്ട് പോയത്. അതുകൊണ്ട് അവിടെ പക്ഷെ രണ്ടിടത്തും കൊടുത്ത ബലം ഒരേപോലെയാണോ? അല്ല. അപ്പോൾ അവിടെ ബലത്തിന് ഒരു സ്വാധീനം ഉണ്ട് അല്ലേ. ആ പ്രവൃത്തി ചെയ്ത ആൾ ചെയ്ത പ്രവൃത്തിക്ക് ബലം ഒരു സ്വാധീനം ഉണ്ട്, ഒരു ഘടകമാണ് അവിടെ. രണ്ടാമത്തെ സന്ദർഭത്തിലെ രോഗിയെ സമാന സാഹചര്യത്തിൽ 20 മീറ്റർ അകലത്തേക്ക് കൊണ്ടുപോകേണ്ടി വന്നുവെങ്കിൽ പ്രവൃത്തിയുടെ അളവ് കൂടുമല്ലോ. അപ്പം ആദ്യത്തെ സന്ദർഭത്തിൽ 10 മീറ്റർ ആയിരുന്നു, രണ്ടാമത്തെ സന്ദർഭത്തിൽ 20 മീറ്റർ കൊണ്ടുപോകേണ്ടി വന്നാൽ എന്തോ ചെയ്യും? അവിടെ പ്രവൃത്തിയുടെ അളവ് കൂടും. ഇവിടെ പ്രവൃത്തിയുടെ അളവ് വർദ്ധിക്കാൻ കാരണം ബലമാണല്ലേ. പ്രവൃത്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ബലവും സ്ഥാനാന്തരവും. രണ്ടാമത്തെ സന്ദർഭത്തിൽ സ്ഥാനാന്തരമാണ്, കാരണം അവിടെ ദൂരം കൂടി, സ്ഥാനാന്തരമാണ്. അപ്പം ബലം, സ്ഥാനാന്തരം എന്നിവ എന്തിനെ സ്വാധീനിക്കുന്നു? പ്രവൃത്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണെന്ന് പറയാം. അപ്പോൾ എക്സാമിന് ചോദിക്കാൻ താഴെ തന്നിരിക്കുന്നതിൽ പ്രവൃത്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം? ബലം, സ്ഥാനാന്തരം, പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ തരും. അപ്പോൾ പ്രവൃത്തി എന്ന് പറയുന്നത് ബലത്തെയും സ്ഥാനാന്തരത്തെയും ആശ്രയിച്ചിരിക്കുന്നു. പ്രയോഗിച്ച ബലത്തിൻ്റെയും വസ്തുവിന് ബലത്തിൻ്റെ ദിശയിലുണ്ടായ സ്ഥാനാന്തരത്തിൻ്റെയും ഗുണനഫലം ആയിരിക്കും പ്രവൃത്തിയുടെ അളവ്. അപ്പോൾ പ്രവൃത്തി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ചോദിച്ചാൽ ബലം ഇൻറ്റു സ്ഥാനാന്തരമാണ്. ബലവും സ്ഥാനാന്തരവും കൂടെ ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? പ്രവൃത്തി കിട്ടും. പ്രവൃത്തി കിട്ടണമെങ്കിൽ ബലവും സ്ഥാനാന്തരവും കൂടെ ഗുണിക്കണം. F ന്യൂട്ടൺ ബലം തുടർച്ചയായി പ്രയോഗിച്ചപ്പോൾ ബലത്തിൻ്റെ ദിശയിലുണ്ടായ സ്ഥാനാന്തരം S മീറ്റർ ആണെങ്കിൽ ബലം വസ്തുവിൽ ചെയ്ത പ്രവൃത്തി, പ്രവൃത്തിക്ക് ഇംഗ്ലീഷിൽ നമ്മൾ എന്തോ പറയും? വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഫോഴ്സ് F, ഡിസ്പ്ലേസ്മെൻറ്റ് സ്ഥാനാന്തരം S. അപ്പം W ഈസ് ഈക്വൽ ടു F ഇൻറ്റു S എന്ന് പറയുന്ന ഇക്വേഷൻ കാണാതെ പഠിച്ചു വച്ചേക്കണം. വർക്ക് കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് F ഇൻറ്റു S. ഫോഴ്സ് ബലം ഇൻറ്റു S ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ. എഫ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബലം, എസ് എന്ന് വെച്ചാൽ സ്ഥാനാന്തരം. ഇതിൻ്റെ SI യൂണിറ്റ് ചോദിച്ചാൽ ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ ജൂൾ. വർക്കിൻ്റെ യൂണിറ്റ് ജൂൾ. വർക്ക് എടുക്കുമ്പം ജ്യൂസ് കുടിക്കണമെന്ന്.
നല്ല വർക്ക് ചെയ്താൽ ജ്യൂസ് കുടിക്കണം അല്ലേ, അപ്പം ജൂൾ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ വർക്കിൻ്റെ യൂണിറ്റ് ജൂൾ അല്ലെങ്കിൽ ന്യൂട്ടൺ മീറ്റർ. ജെയിംസ് പ്രെസ്കോട്ട് ജൂളിനോടുള്ള ആദരസൂചകമായാണ് ഈ പേര് നൽകിയത്, ജൂൾ എന്ന്. CGS യൂണിറ്റാണ് എർഗ്. ഇതിൻ്റെ CGS ന്യൂട്ടൺ മീറ്റർ അഥവാ ജൂളിൻ്റെ CGS യൂണിറ്റ് എന്താണെന്ന് വെച്ചാൽ എർഗ് ആണെന്നും കൂടെ പഠിച്ചു വെച്ചേക്കണം. ഒരു ജൂൾ എന്ന് വെച്ചാൽ 10⁻⁷ എർഗ് ആണ്. ഒരു ജൂൾ എന്ന് വെച്ചാൽ 10⁻⁷ എർഗ് ആണ്. ഓക്കെ, ജെയിംസ് പ്രെസ്കോട്ട് ജൂളിനെ കുറിച്ചൊന്ന് പറയാം. താപവുമായി ബന്ധപ്പെട്ട പ്രതിഭാസങ്ങളെക്കുറിച്ച് മൗലിക ഗവേഷണങ്ങൾ നടത്തി വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപവുമായി ബന്ധപ്പെട്ട സമവാക്യം കണ്ടെത്തി യാന്ത്രികോർജം, താപോർജം എന്നിവയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് താപഗതിക സിദ്ധാന്തം രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ജെയിംസ് പ്രെസ്കോട്ട് ജൂളാണ്. 1850 റോയൽ സൊസൈറ്റിയിലെ ഫെല്ലോ ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിരുന്നാൽ മതി. അതാണ്ട് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ന്യൂട്ടൺ ബലത്തിന് വിധേയമായി ഒരു വസ്തുവിനെ തിരശ്ചീനമായ പ്രതലത്തിലൂടെ ബലത്തിൻ്റെ ദിശയിൽ 1 മീറ്റർ ദൂരം ചലിപ്പിക്കുന്നുവെങ്കിൽ ഇവിടെ ബലം വസ്തുവിൽ ചെയ്ത പ്രവൃത്തി കണക്കാക്കുക. ഒരു ന്യൂട്ടൺ ബലത്തിന് വിധേയമായി, അപ്പോൾ അവിടെ ബലം ഫോഴ്സ് തന്നിട്ടുണ്ട്. എത്ര? 1 ന്യൂട്ടൺ. വിധേയമായി ഒരു വസ്തുവിനെ തിരശ്ചീനമായി പ്രതലത്തിലൂടെ ബലത്തിൻ്റെ ദിശയിൽ 1 മീറ്റർ ദൂരം ചലിപ്പിക്കുന്നുവെങ്കിൽ, അപ്പോൾ എത്ര ദൂരം ചലിപ്പിക്കുന്നത്? 1 മീറ്റർ ദൂരം ചലിപ്പിക്കുന്നുവെങ്കിൽ ഇവിടെ ബലം ചെയ്ത പ്രവൃത്തി കണക്കാക്കുക, വർക്ക് കണക്കാക്കുക. വർക്കിൻ്റെ വർക്ക് ചെയ്യുന്നതിനുള്ള ഇക്വേഷൻ W = ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഫോഴ്സ് 1 ന്യൂട്ടൺ, ഡിസ്പ്ലേസ്മെൻറ്റ് 1 മീറ്റർ. 1 × 1 ജൂൾ. വർക്ക് എത്രയാണ്? 1 ജൂൾ. മനസ്സിലായോ? അപ്പോൾ അവിടുത്തെ ആൻസർ വർക്ക് = 1 ജൂൾ അല്ലെങ്കിൽ 1 ന്യൂട്ടൺ മീറ്റർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു വസ്തുവിൽ 10 ന്യൂട്ടൺ ബലം തുടർച്ചയായി പ്രയോഗിച്ചപ്പോൾ 2 മീറ്റർ സ്ഥാനാന്തരം ഉണ്ടായെങ്കിൽ ആ ബലം ചെയ്ത പ്രവൃത്തിയുടെ അളവ് എത്ര? അപ്പോൾ ഇവിടെ ഫോഴ്സ് തന്നിട്ടുണ്ട് 10 ന്യൂട്ടൺ, 2 മീറ്റർ സ്ഥാനാന്തരം ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് പ്രവൃത്തി, വർക്കാണ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഇക്വേഷൻ. F എന്ന് പറയുന്നത് 10 തന്നിട്ടുണ്ട്, D എന്ന് പറയുന്നത് 2 തന്നിട്ടുണ്ട്. 10 × 2 ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് 20 ന്യൂട്ടൺ മീറ്റർ അഥവാ 20 ജൂൾ ആണ് അതിൻ്റെ ആൻസർ. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഒരു വ്യക്തി 50 ന്യൂട്ടൺ ബലം പ്രയോഗിച്ച് ഒരു പെട്ടി തറയിലൂടെ തള്ളി നീക്കുന്നു. പെട്ടി 8 മീറ്റർ ദൂരം നീങ്ങുമ്പോൾ അയാൾ ചെയ്ത പ്രവൃത്തി എത്ര? ഒരു വ്യക്തി 50 ന്യൂട്ടൺ, F = 50 ന്യൂട്ടൺ, പെട്ടി തറയിലൂടെയാണ് തള്ളി നീക്കുന്നത് 8 മീറ്റർ ദൂരം നീങ്ങുമ്പോൾ. അപ്പോൾ 8 എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ്, S = 8. W ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് = 50 × 8, 8×5 40, 400 ജൂൾ അഥവാ ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, വസ്തുക്കളെ ഉയർത്തുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തി എങ്ങനെയാണ് കണക്കാക്കുക? ഉയർത്തുമ്പോൾ ചെയ്യുന്നത് ഒരു ഡൗട്ടാണ് ചോദിച്ചിരിക്കുന്നത്, അതെങ്ങനെയാണെന്ന് നോക്കാം. അടുത്തതായി പിണ്ഡവും ഭാരവുമാണ് പഠിക്കുന്നത്, മാസും വെയിറ്റും. പിണ്ഡം എന്ന് പറയുമ്പോൾ അതിൻ്റെ എന്താണ്? മാസ്സാണ്, മാസ്. വെയിറ്റ്, ഭാരം. വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് മാസ് അഥവാ പിണ്ഡം എന്ന് പറയുന്നത്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് അതിൻ്റെ മാസ് അഥവാ പിണ്ഡം. വസ്തുവിന് അനുഭവപ്പെടുന്ന ഗുരുത്വാകർഷണ ബലമാണ് അതിൻ്റെ ഭാരം. വസ്തുവിൻ്റെ ഭാരത്തെയും പിണ്ഡത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു സമവാക്യമാണ് വെയിറ്റ്. W = മാസ് ഇൻറ്റു ഗ്രാവിറ്റി, ഭൂഗുരുത്വ ത്വരണം, ഗ്രാവിറ്റി. M × G. M എന്ന് വെച്ചാൽ മാസ്, പിണ്ഡം. G എന്ന് വെച്ചാൽ ഭൂഗുരുത്വ ത്വരണം, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഭൂഗുരുത്വ ത്വരണം. അതിൻ്റെ വില 9.8 m/s² ആണ് ജിയുടെ വില. അപ്പോൾ W = mg. W = mg ആണ്
വർക്ക് ചെയ്തത് കണ്ടുപിടിക്കുക. മാസും ഗ്രാവിറ്റിയും ഉണ്ടെങ്കിൽ, ഭൂഗുരുത്വ ത്വരണവും ഉണ്ടെങ്കിൽ, മാസും പിണ്ഡവും ഭൂഗുരുത്വ ത്വരണവും ഉണ്ടെങ്കിൽ വർക്ക് കണ്ടുപിടിക്കുന്നത് W=mg. ഗുരുത്വാകർഷണത്തിനെതിരായ പ്രവൃത്തി, വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി. ക്രെയിൻ ഉപയോഗിച്ച് m കിലോഗ്രാം മാസുള്ള കണ്ടെയ്നർ h മീറ്റർ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. കണ്ടെയ്നറിൻ്റെ ഭാരം mg ന്യൂട്ടൺ ആണല്ലോ, ആ കണ്ടെയ്നറിൻ്റെ ഭാരം. അപ്പോൾ ക്രെയിൻ പ്രയോഗിച്ച് ബലം കണ്ടെയ്നറിൽ ചെയ്ത പ്രവൃത്തിയുടെ അളവ്, ക്രെയിൻ ഉപയോഗിച്ച ബലം കണ്ടെയ്നറിൽ ചെയ്ത പ്രവൃത്തിയുടെ അളവ്. നമ്മളെപ്പോഴും വർക്ക് കാണുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇവിടെ സ്ഥാനാന്തരം s എന്നത് ഉയരമാണല്ലോ. ഇവിടെ ഇരുന്ന സ്ഥലത്തുനിന്ന് മേലിലോട്ട് ഉയർത്തിയെടുത്തതാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് h എന്ന് കൊടുത്തു. അപ്പോൾ പ്രവൃത്തി ഇസിട്ട് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റിന് പകരം mg ഇൻറ്റു h എന്ന് കൊടുക്കുക. ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ഗ്രാവിറ്റിയാണ്. mg ഇൻറ്റു h, എസിന് പകരം h. അപ്പോൾ കൊടുത്ത ഫോഴ്സ് mg, മാസ് ഇൻറ്റു ഗ്രാവിറ്റി, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി mg ഇൻറ്റു h. അവിടെ പുതിയ വർക്കിനൊരു ഇക്വേഷൻ കിട്ടി, mgh, ഉയർത്തി. അപ്പം വസ്തുക്കളെ ഉയർത്തുന്ന സന്ദർഭത്തിൽ ഗുരുത്വാകർഷണത്തിനെതിരായ ചെയ്ത പ്രവൃത്തി കാണാൻ ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് mgh. എഴുതി വെച്ചോണം. വസ്തുക്കളെ ഉയർത്തുകയാണെങ്കിൽ mgh, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻറ്റു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഇവിടെ ഫോഴ്സ് mgയും h ഹൈറ്റ് ഡിസ്പ്ലേസ്മെൻറ്റുമാണ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. 100 ഗ്രാം മാസുള്ള വസ്തുവിനെ 1 മീറ്റർ ഉയർത്താൻ ആവശ്യമായ പ്രവൃത്തിയുടെ അളവ്. അപ്പോൾ g തന്നിട്ടുണ്ട് 10 m/s². ഇവിടെ m എന്ന് പറയുന്നത് 100 ഗ്രാം ആണ്. 1 മീറ്റർ ഉയർത്താൻ h 1 മീറ്റർ, g 10, W=mgh. അപ്പം 100 ഗ്രാം എന്നുള്ളതിനെ കിലോഗ്രാമിലേക്ക് മാറ്റി. കാരണം മീറ്റർ/s²ലാണ് g തന്നിട്ടിരിക്കുന്നത്. അപ്പം ഗ്രാമിലല്ല കിലോഗ്രാമിലേക്ക് മാറ്റി. അപ്പം കിലോഗ്രാമിലേക്ക് മാറ്റാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം 100/1000. അപ്പം 0.1 3 സ്ഥാനം മാറ്റി കുത്തിട്ട് കൊടുത്താൽ മതി. അപ്പം 0.1 കിലോഗ്രാം. അപ്പം m എന്ന് പറയുന്നത് എത്ര ആയി? 0.1 ഇൻറ്റു g എന്ന് പറയുന്നത് 10 ആയി, ഇൻറ്റു h എന്ന് പറയുന്നത് 1 മീറ്ററാണ്. അപ്പോൾ എല്ലാം കൂടെ ഗുണിക്കുമ്പം 1 എന്ന് കിട്ടും. 0.1 10 1 ജൂൾ. ഒരു ലോറിയിലേക്ക് 50 കിലോഗ്രാം മാസുള്ള ഒരു വീപ്പ കയറ്റണം. ലോറിയിലേക്ക് തറനിരപ്പിൽ നിന്നുള്ള ഉയരം h മീറ്ററാണ്. അപ്പോൾ ലോറിയിലേക്ക് വീപ്പ കയറ്റിയാൽ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ചെയ്ത പ്രവൃത്തി കണക്കാക്കുക. അപ്പം മാസ് തന്നിട്ടുണ്ട് 50, h ഉയരം 2 മീറ്റർ, g 10. എല്ലാം ഇട്ട് കൊടുത്താൽ മതി. 50 × 10 × 2 1000 ജൂൾ. 5 മീറ്റർ നീളമുള്ള ഒരു ചരിവ് തലം ഉപയോഗിച്ച് 2 മീറ്റർ ഉയരത്തിലേക്ക് ഉരുട്ടി കയറ്റിയാൽ വീപ്പയിൽ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ചെയ്ത പ്രവൃത്തി ഉണ്ടായിരിക്കും. അപ്പോൾ 5 മീറ്റർ നീളമുള്ള ഒരു ചരിവ് തലം. അപ്പോൾ 5 മീറ്റർ നീളമാണ് ചരിവ് തലത്തിൻ്റെ നീളം. 2 മീറ്റർ ഉയരത്തിലേക്ക് ഉരുട്ടി കയറ്റിയാൽ വീപ്പയിൽ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ചെയ്ത പ്രവൃത്തി. ഇവിടെ മാസ് നമ്മുടെ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ട്. എത്രയായിരുന്നു? 50 കിലോഗ്രാം ആണ് ആ വീപ്പയുടെ മാസ്. അപ്പോൾ m അറിയാം 50, g 10 ആണെന്നും തന്നിട്ടുണ്ട്. ഹൈറ്റാണ് ഇവിടെ തന്നിരിക്കുന്നത് 2 മീറ്റർ. അപ്പോൾ ഇൻറ്റു 2, അങ്ങനെ 1000 ജൂള്.
അത്ര 1000 ജൂളെന്ന് നമുക്ക് ആൻസർ കിട്ടും. അടുത്ത ഒരു വെയ്റ്റ് ലിഫ്റ്റർ 2 കിലോഗ്രാം വസ്തുവിനെ നിലത്തുനിന്ന് 5 മീറ്റർ ഉയരത്തിലേക്ക് സ്ഥിരമായ പ്രവേഗത്തിൽ ഉയർത്തുന്നു. അയാൾ വസ്തുവിൽ ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവ് എന്താണ്? അപ്പം ഒരു വെയ്റ്റ് ലിഫ്റ്റർ 2 കിലോഗ്രാം വസ്തുവിനെ, അപ്പം മാസ് കിട്ടി, 5 മീറ്റർ ഉയരത്തിൽ, എച്ച് കിട്ടി, വെയിറ്റ് കാണാൻ mgh, ജിയുടെ വില 10. അപ്പം 2 × 10 × 5, ഇവിടെ കിലോഗ്രാമിലും മീറ്ററിലും ഒക്കെ ആയതുകൊണ്ട് യൂണിറ്റിന് മാറ്റമൊന്നുമില്ല. അപ്പോൾ 2 × 10 × 5 100 ജൂൾ. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഇത് കുറേ ഉണ്ട് കേട്ടോ.